മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജും ഉംറയും ചെയ്യണേ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ഒരു ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കുകയാണ്. അല്ലാഹുവേ, എങ്ങനെയാണ് ഹജ്ജിന്റെ മാസത്തിലല്ലേ ഹജ്ജ് ചെയ്യാൻ പറ്റൂ, പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റുക? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇത് നമസ്കാരം കഴിയുമ്പോൾ മാത്രം പറയാനുള്ള ദിക്റല്ല. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ഇത് നമസ്കാരം കഴിഞ്ഞിട്ട് 33ഉം 34ഉം പറയാൻ മാത്രമുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യനീ ദിക്ർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അല്ലെങ്കിൽ 33 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യനീ ദിക്റുകൾ പറഞ്ഞിട്ട് കിടന്ന അവന് ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരാ മോനെ ചെയ്യുന്നത്? പടച്ചവനെ, മൊബൈൽ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, സിനിമ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, പാട്ട് കേട്ടുറങ്ങുന്നവർ, പ്രഭാഷണം കേട്ടുറങ്ങുന്നവർ. പലരും പറയും, ഉസ്താദേ പ്രസംഗം കേട്ടാലേ ഉറക്കം വരൂ. പലരും പറയാറുണ്ട്, ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ളെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം അത് കേൾക്കുമ്പോൾ അറിയാതെ ഉറക്കം വരും, അതാ കരുതാ. ചിലരെന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ, ചിലര് പാട്ട്. എന്റെ സഹോദര, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് കിടന്നുറങ്ങ്. എന്തേ പ്രതിഫലം? ഹജ്ജ് ഉംറയുടെ പ്രതിഫലം. അല്ലാഹു നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടണില്ലേ? എല്ലാ ദിവസവും നമ്മൾ ഇത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ് കിട്ടുന്നത്. അതുകൊണ്ട് മുടങ്ങാതെ ഹജ്ജ് ചെയ്തിട്ട് കിടന്നുറങ്ങ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4 ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. എല്ലാ രാത്രിയിലും ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും ശഫാഅത്ത് നിനക്ക് കിട്ടണം. അതുകൊണ്ട് നീ അവരോട് പൊരുത്തം ചോദിക്കണം. നബിയേ, അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനാ പൊരുത്തം ചോദിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, 10 സ്വലാത്തിന്റെ പേരിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു 10 സ്വലാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പേരിൽ അപ്പം 4 കാര്യമാണ്. 1, ഒരു ഖത്തം ഓതണം, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകൾ ഓതണം. 2, എന്റെ പ്രിയപ്പെട്ടവരെ, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യ്, അവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. 3, ഹജ്ജും ഉംറയും ചെയ്തു. അതിനു വേണ്ടി നീ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ നീ പറയൂ. അവസാനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 സ്വലാത്ത് പറഞ്ഞ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാറുള്ള ഭാഗ്യമാ. ഈ 4 കാര്യം ചെയ്യുന്നതിലൂടെ നിന്നെക്കാളും ഭാഗ്യം ലഭിച്ച ഏത് മനുഷ്യനാ ലോകത്തുള്ളത്? ഈ 4 കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ഏത് മനുഷ്യനായി ലോകത്തുള്ളത്? 1, അവൻ ഉറങ്ങുന്നത് ഖത്തം ഓതിയിട്ടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത്. 2, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കിട്ടിയിട്ടാ ഉറങ്ങുന്നത്. 3, ഹജ്ജിന്റെ പ്രതിഫലം തന്നെ സ്വർഗ്ഗമാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. ഹജ്ജിന്റെ പ്രതിഫലം
സ്വർഗമാ. അമ്മയുടെ പ്രതിഫലം ഉംറ ചെയ്തവൻ അവനും പ്രതിഫലം സ്വർഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. ആ രാത്രി മരിച്ചാ അവന് സ്വർഗമല്ലാതെ വേറെന്തുണ്ട് സഹോദരാ? അല്ലാഹുവേ, 10 സ്വലാത്ത് പറയുന്നതിലൂടെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അവസരമാ. പ്രവാചകന്റെ ശഫാഅത്ത് പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഈ 4 കാര്യം ചെയ്തിട്ട് കിടക്കുന്ന രാത്രിയാണ് മലക്കുൽ മൗത്ത് അസ്റായീലിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ നിന്നെക്കാളും ഭാഗ്യവാനാരാ? പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ. ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരു അതിഥി വരും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഒന്നുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ നീ കിടന്നുറങ്ങുന്ന രാത്രിയാട് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ ഒരു അതിഥിയെ കൂടെ കാണാം. മരിക്കുന്നതിന് മുമ്പ് ഒരു അതിഥിയെ കൂടെ കണ്ടിട്ട് മരിക്കാ. ആരെയെന്നറിയുവോ? ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ട് ഒളുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാ. ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങിയാ ഇബാദത്തിന്റെ കൂലിയാ. നീ ഉറങ്ങുന്നതും ഇബാദത്താണ്. ഒളു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ, നീ കിടക്കുമ്പോ ഒളുവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ പലരും ചോദിക്കും, ഉസ്താദേ, ഭാര്യയെ തൊട്ടാൽ ഒളു മുറിയുമല്ലോ. മുറിയട്ടെ സഹോദരാ. ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ലല്ലോ. ഒളു മുറിയുമല്ലോ. മുറിഞ്ഞു പോകട്ടെ, നിനക്കെന്താണ്? നീ കിടക്കുന്ന സമയത്ത് ഒളുവോടുകൂടിയാണ് കിടക്കുന്നതെങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാ, ഇബാദത്തിന്റെ കൂലിയാ. നിന്റെ ഉറക്കവും ഇബാദത്താ. തലയുടെ ചുവട്ടിലും മലക്ക് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. സുബ്ഹി വരെ ഒരു മലക്ക് നിന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത്, അല്ലാഹുവേ, ഇബാദത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മറക്കാതെ ഇന്ന് മുതൽ ഞാനും മുറുകെ പിടിക്കണം, നിങ്ങളും മുറുകെ പിടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പ്രതിഫലമാണ്. ഒന്നുകൂടി വേണം മരിച്ചാ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുമെന്നാണ്. അല്ലാഹുവേ, ഈമാനുള്ള മരണം തരണേ അല്ലാ. സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഈ പറഞ്ഞ 5 കാര്യങ്ങളും ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് മരിക്കാ ഭാഗ്യം തരണേ അല്ലാ.